ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു പാചക വീഡിയോ ആണ്. അപ്പോൾ കൂട്ടുകാരാരെങ്കിലും പുതുതായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്ന് നല്ല നാടൻ മാങ്ങ വെച്ചിട്ട് ഒരു പുളിയിഞ്ചി ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. അപ്പോൾ കുറച്ച് അധികം പുളിയുള്ളൊരു മാങ്ങയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെ പുളിയിഞ്ചി ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിനാവശ്യമായിട്ട് ഒരു 4 മാങ്ങ എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത മാങ്ങയാണ്. പക്ഷെ മാങ്ങ പഴുത്തതാണെങ്കിലും കൂടിയിട്ട് നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ നല്ലോണം ചെത്തി കളഞ്ഞ് വേണം എടുക്കാൻ. നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് തന്നെ പുളിഞ്ചിക്ക് പുളിയും കാര്യങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ മാങ്ങേൻ്റെ പുളി തന്നെ നന്നായിട്ട് ഇതിലുണ്ടാവും. അപ്പോൾ നമ്മളെ പുളിക്കനുസരിച്ച് മാങ്ങ എടുക്കുക. അളവും കാര്യങ്ങളൊന്നും ഞാൻ പറയണില്ല, അതൊക്കെ അവരവൻ്റെ പാകത്തിന് എടുക്കുക. അങ്ങനെ മാങ്ങേൻ്റെ തൊലിയൊക്കെ നല്ല വൃത്തിയായിട്ട് ചെത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മാറ്റിയെടുക്കുക. മാങ്ങയൊക്കെ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കണം. അങ്ങനെ ചെത്തി വെച്ച മാങ്ങ ഇതാ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വെള്ളം കാര്യങ്ങളൊന്നും ചേർക്കാതെ അടിച്ചെടുക്കണം. അങ്ങനെ മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ജ്യൂസിൻ്റെ അരിപ്പെടുത്തിട്ട് നല്ലോണം അരിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജ്യൂസിൻ്റെ അരിപ്പയിൽ ഇതാ മാങ്ങ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിക്ക് ആവശ്യമായിട്ട് കുറച്ച് ശർക്കര പാനിയാണ്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടിട്ട് അതിലേക്ക് 3 or 4 ശർക്കര കഷ്ണം ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. മധുരമൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചേർക്കുക. നല്ല പുളിയില്ല മാങ്ങയുണ്ട്, അത്യാവശ്യം മധുരം വേണം. പിന്നെ ഇതൊക്കെ ആവശ്യം കുറച്ച് പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി. അപ്പോൾ ഇതൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നമുക്ക് നോക്കാം. നല്ലൊരു മൺചട്ടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ നല്ലോണം ചൂടായതിന് ശേഷം കടുകിടുക. അപ്പോൾ കടുക് ഇട്ടിട്ട് കടുകൊന്ന് പൊട്ടണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ കടുകൊന്ന് പൊട്ടണ വരെ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക് ചേർത്തിട്ട് കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അധികം തീയും കാര്യങ്ങളൊന്നും കത്തിക്കേണ്ട ആവശ്യമില്ല. തീ നന്നായിട്ട് കുറച്ച് വെക്കുക കേട്ടോ, അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ തീയെ മാക്സിമം കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് ഇളക്കിയെടുക്കാൻ. അങ്ങനെ ഇത് ചെറുതായിട്ടൊരു കളർ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കുറച്ചുകൂടെ സമയം ഇതൊന്ന് കളറൊന്ന് ചേഞ്ച് ആവട്ടെ. ചെറുതായിട്ടൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള മാങ്ങയുടെ ജ്യൂസ് അതിലേക്കിട്ട് ചെറിയ തീയിലിങ്ങനെ ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ ഒരുപാട് തീ കത്തിക്കേണ്ട ആവശ്യമില്ല. ചെറിയ തീയിലിങ്ങനെ ഇളക്കി ഇങ്ങനെ യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ വെള്ളം കാര്യങ്ങളൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ കുറുകി വരണം. തീ കുറച്ച് വെച്ച് കൈ വിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ നല്ലോണം കുറുകി വന്നതിന് ശേഷം ശർക്കര പാനി ഒഴിക്കുക. അപ്പോൾ ശർക്കര പാനി ഒഴിക്കുന്നതോട് കൂടി തന്നെ ഇത് നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വരും. അപ്പോൾ അതിന് നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അങ്ങനെ ശർക്കര പാനിയും മാങ്ങാ ജ്യൂസും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവയും കടുകും ചെറുതായിട്ടൊന്ന് ചൂടാക്കിയത് ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ പുളിഞ്ചിക്ക് നല്ലൊരു തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർക്കുന്നത്. ഇതുകൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ സ്വാദിഷ്ടമായ മാങ്ങാ പുളിഞ്ചി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. കണ്ടിഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.